നമുക്കിന്ന് അടിപൊളി ഒരു കണവ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനാദ്യമായിട്ടൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഒരു നല്ല ബ്രൗൺ കളറാകുമ്പോൾ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നീട് 2 പച്ചമുളകും കറിവേപ്പില ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ സവാളയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം. കണവയെല്ലാം വെന്ത് കഴിയുമ്പം അതിൻ്റെ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ നല്ലപോലെ ഇളക്കി നല്ല റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. പിന്നീട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലും കൂടെ അതിൻ്റെ മുകളിലേക്കിട്ട് നല്ല ചോറിൻ്റെ കൂടെ കഴിച്ചാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും.